നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 21 തിങ്കൾ. CITU അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ, ചേരി വികസന സംരക്ഷണ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊൽക്കത്ത ബ്രിഗേഡ് പരേഡിൽ ഗ്രൗണ്ടിൽ നടത്തിയ റാലിയെ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അഭിവാദ്യം ചെയ്യുന്നു. രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക്. ആഘോഷത്തിന് ഇന്ന് കാലിക്കടവിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്രൈസ്തവദ്രോഹം വീണ്ടും. ഈസ്റ്റർ ദിനത്തിലും പരീക്ഷ എഴുതാനാകാതെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ. ഈസ്റ്റർ ദിനത്തിൽ പരീക്ഷ നടത്തിയും ക്രൈസ്തവരോടുള്ള ശത്രുത വെളിവാക്കി മോദി സർക്കാർ. CBSE സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെ 300ഓളം ഒഴിവുകളിലേക്കായിരുന്നു ഞായറാഴ്ച പരീക്ഷ. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാനായില്ല. ആദ്യമായാണ് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷ ദിവസം സുപ്രധാന തസ്തികകളിലേക്ക് പരീക്ഷ നടത്തുന്നത്. പരീക്ഷയിൽ 15 മാർക്കിന് ഹിന്ദിയും നിർബന്ധമാക്കിയിരുന്നു. ട്രംപിനെതിരെ ജനം തെരുവിൽ. വൈറ്റ് ഹൗസിനും ട്രംപ് ടവറിനും മുന്നിൽ പ്രകടനങ്ങൾ. മസ്കിന്റെ ടെസ്ല കാർ ഷോറൂമുകൾക്ക് പുറത്തും പ്രതിഷേധം. നോക്കിംഗ്. സിനിമാ മേഖലയിൽ ലഹരി വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോ. FIR റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചേക്കും. ആർക്കും ഇളവില്ല, മന്ത്രി രാജേഷ്. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നാണ് അന്വേഷക സംഘത്തിനോട് ഷൈൻ പറഞ്ഞത്. എറണാകുളം സെൻട്രൽ AC PC ജയകുമാർ, എറണാകുളം ACP P രാജ്കുമാർ, നാർക്കോട്ടിക്സ് സെൽ ACP KA അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ 4.5 മണിക്കൂറാണ് നടനെ ചോദ്യം ചെയ്തത്. അതിനിടെ മയക്കുമരുന്ന് കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യവുമായി നടൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പോലീസ് ശേഖരിച്ച സാമ്പിളുകളുടെ ഫലം വന്ന ശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സൂചന. മുണ്ടക്കൈ ടൗൺഷിപ്പ് അടിത്തറയൊരുങ്ങുന്നു. വെസ്റ്റേൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി തറ നിരപ്പാക്കുന്നു. വെൻഖോപ്പ് ചിക്കൻ നിർദ്ദേശിച്ച റീറ്റെയിൽ ലൈവ് റേറ്റ് 117. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം ലംഘിച്ചു. തൃക്കടവൂർ ക്ഷേത്രത്തിലെ കൊടിതോരണങ്ങൾ മാറ്റിയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിട്ടും മാറ്റാതെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഉപദേശക സമിതി. പൂരം കലക്കാൻ ഗൂഢാലോചനയെന്ന് ക്ഷേത്രം ഉപദേശക സമിതി. കൊല്ലം പൂരം കലക്കാൻ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതായി ക്ഷേത്ര ഉപദേശക സമിതി. ഞാങ്കടവ് കുടിവെള്ള വിതരണ പദ്ധതി നാന്തിരിക്കലിൽ പൈപ്പിടലിനുള്ള തടസ്സം നീക്കി. നാന്തിരിക്കലിൽ 170 മീറ്റർ നീളത്തിൽ പൈപ്പ് സ്ഥാപിക്കാൻ മോർത്തിന്റെ അനുമതി. ആനന്ദവല്ലീശ്വരത്ത് ഭൂതല ജലസംഭരണി. വിദേശ മദ്യ കച്ചവടം നടത്തിയ സുന്ദരനും സുമുഖനുമായ BJP നേതാവ് അറസ്റ്റിൽ. വ്യാപാര സ്ഥാപനത്തിന്റെ മറവിൽ വിദേശ മദ്യ കച്ചവടം നടത്തിയ BJP നേതാവ് അറസ്റ്റിൽ. BJP ന്യൂനപക്ഷ മോർച്ച കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ചക്കുവരക്കൽ മംഗലത്ത് പുത്തൻ വീട്ടിൽ ബാബു ജോർജിനെ ക്രിസംഖിയാണോ ആണ് കൊട്ടാരക്കര റൂറൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്.
ഇത് നവകേരള നിർമ്മിതി. ലോകോത്തര പാതകൾ താനേ വന്നതല്ല. കിഫ്ബി കേരളത്തിന്റെ സ്വപ്ന സാഫല്യം. 4 പരിപാടിയുമായി വാർഷികാഘോഷം. എൻ്റെ കേരളം പ്രദർശന വിപണന മേള. നവകേരള കുതിപ്പ് 10ാം വാർഷികത്തിലേക്ക്. ഇത് നാടിൻ്റെ വികാരം, മാജിക്കല്ല, ഇതാണ് ധനമാനേജ്മെന്റ്. മയക്കുമരുന്ന് കേസ് ഷൈനിന്റെ സാമ്പത്തിക വിവരം അന്വേഷിക്കും. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക വിവരം അന്വേഷിക്കാൻ പോലീസ്. ഇതിനായി ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഫിലിം ചേംബർ യോഗം ഇന്ന്. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റായ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള നടപടി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേരും. മാലാ പാർവതിക്കെതിരെ വിമർശനവുമായി രഞ്ജിനി. നടി മാലാ പാർവതിക്ക് നേരെ രൂക്ഷ വിമർശനവുമായി സമൂഹ മാധ്യമത്തിൽ നടി രഞ്ജിനി. പരിശീലനം ലഭിച്ച സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമാണെങ്കിലും ഇതുപോലുള്ള കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നതിലൂടെ നിങ്ങൾ അവസരവാദിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നു, രഞ്ജിനി ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബശ്രീ തൊഴിൽ നൽകിയത് 3.23 ലക്ഷം സ്ത്രീകൾക്ക്. ഉൽപാദന മേഖലയിൽ കൂടുതൽ സംരംഭങ്ങൾ. അഭിമാനി എഡിറ്റോറിയൽ. ഭാഷ മതമല്ല, മതത്തിൻ്റെയുമല്ല. നമ്മുടെ ഉറുദു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ രാഷ്ട്രീയം അതിനെ മതത്തോട് ചേർക്കുന്നു. ഭാഷ ഒരു മതമല്ല, മതത്തിൻ്റെയുമല്ല. അത് ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്നു പോലുമില്ല. അത് ഒരു സമൂഹത്തിൻ്റെയാണ്, ഒരു പ്രദേശത്തിൻ്റെയാണ്, ജനങ്ങളുടെയാണ്, ഒരു സംസ്കാരമാണ്. ഒരു സമൂഹം, ഒരു ജനത സംസ്കാരമായി എത്രമാത്രം മുന്നേറി എന്നറിയുന്നതിനുള്ള അളവുകോലാണ് ഭാഷ. ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങളുടെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ്. ഉറുദുവിനെതിരായ ഒരു ഹർജി തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോയ വാരം ഏപ്രിൽ 15 പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ആ വിധിന്യായത്തിൽ സുപ്രീം കോടതി ഇത്ര കൂടി പറഞ്ഞു. ഈ യാഥാർത്ഥ്യം മറയ്ക്കാനുള്ള ദയനീയ സാഹചര്യമാണുള്ളത്. ഇന്ത്യ ഹിന്ദുക്കളുടെയും ഉറുദു മുസ്ലിങ്ങളുടെയുമാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ശ്രമം. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഉൾക്കരുത്തും നിറപ്പകിട്ടും അതിൻ്റെ ബഹുസ്വരതയുമാണെന്നും അതാണ് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഏവരെയും ഓർമ്മിപ്പിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി. ആര്യം, ആർഷം എന്നീ വിശേഷണങ്ങളൊക്കെ ചാർത്തി ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ വ്യാപ്തിയും വർണ്ണപ്പൊലിമയും മറയ്ക്കാനും അതിനെ ഏകശിലാ സമാനമാക്കാനും ശ്രമിക്കുന്നവർക്ക് ഉഗ്ര താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത്. രാജസ്ഥാനിൽ ദളിത് യുവാവിന് ക്രൂരപീഡനം. രാജസ്ഥാൻ ഫത്തേപൂരിൽ 19കാരനായ ദളിത് യുവാവിന് ക്രൂരപീഡനം. വിവാഹ ഘോഷയാത്ര നോക്കി നിൽക്കുകയായിരുന്ന യുവാവിനെ 2 പേർ ചേർന്ന് ശാരീരികമായി പീഡിപ്പിക്കുകയും ജാതി നിക്ഷേപം നടത്തി ദേഹത്ത് മൂത്രമൊഴിക്കുകയായിരുന്നു. ഏപ്രിൽ 8 സംഭവം. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് യുവാവിൻ്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. മദ്യലഹരിയിലായിരുന്ന സംഘം കുപ്പി ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിക്കുകയായിരുന്നു യുവാവ് പറഞ്ഞു. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ചരട് കെട്ടി നടക്കുന്ന ദളിത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. അവനെല്ലാം കീജയ് വിളിക്കാൻ നടക്കുകയില്ലേ കേരളത്തിലെ കുറേ ദളിത്. മധ്യപ്രദേശ്. UPയിൽ യുവതിയെ വെടിവെച്ചു കൊന്നു. ഇന്ത്യയുടെ സ്വർഗമാണല്ലോ UP. വദ്രയുടെ കേസിൽ കോൺഗ്രസ് മൗനം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയെയും രാഹുലിനെയും സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾക്കിടെ വദ്രയെ പ്രതിരോധിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് ആശങ്ക.
സ്റ്റാലിനെ സന്ദർശിച്ച് MA ബേബി. ഇന്ന് TK രാമകൃഷ്ണൻ അനുസ്മരണം. TK സമരപഥങ്ങളിലെ സ്നേഹഗാഥ. കേസിൽ വിദ്യാർത്ഥി വിസ റദ്ദാക്കൽ ഇടപെടാതെ മോദി സർക്കാർ. UDFനെ വെട്ടിലാക്കി PV അൻവറിന്റെ സമ്മർദ്ദം. PV അൻവറിന്റെ സമ്മർദ്ദത്തിൽ വെട്ടിലായി UDF. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഘടകകക്ഷിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഇക്കാര്യം UDF നേതൃത്വത്തിൽ നിന്ന് അവതരിപ്പിച്ചു. തൃണമൂലിനെ UDFൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഭീഷണിയുമുണ്ട്. സതീഷ് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി. ഡിയർ ലാലേട്ട, ഇത് മെസ്സി ഒപ്പ്. ലയണൽ മെസ്സി ജേഴ്സിയിൽ മോഹൻലാലിൻ്റെ പേരെഴുതുന്നു. തൻ്റെ പേര് മെസ്സി രേഖപ്പെടുത്തി നൽകിയ ജേഴ്സിയുമായി മോഹൻലാൽ. ഓക്കെ.